സമൂഹ മാധ്യമങ്ങളിലെ വാർത്താ പോസ്റ്റുകൾ മെറ്റ നീക്കം ചെയ്തത് സർക്കാർ നിർദ്ദേശപ്രകാരമാണ് എന്ന ആരോപണം തള്ളി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വിമർശനങ്ങളെല്ലാം നീക്കം ചെയ്യിക്കാൻ മെറ്റയിൽ തനിക്ക് സ്വാധീനമില്ല എന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. കാസർഗോഡ് MDMA കടത്ത് കേസ് പ്രതികളെ നേരിട്ടറിയാമെന്ന് വി.ഡി. സതീശൻ സമ്മതിച്ചു. അറസ്റ്റിന് ശേഷമാണ് വസ്തുതകൾ മനസ്സിലായതെന്നും പ്രതികൾ തന്റെ സോഷ്യൽ മീഡിയ ടീമിന്റെ ഭാഗമല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. MDMA കേസ് പ്രതികളെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി നുണ പറയുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചു. വന്ദേമാതരം വിവാദത്തിൽ വ്യക്തമായ മറുപടി നൽകാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. വന്ദേമാതരം മുഴുവനായി പാടണമോ വേണ്ടയോ എന്ന ചോദ്യത്തിന് 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ, അപ്പോൾ കാണാം എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അതേസമയം മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തെക്കുറിച്ചുള്ള ന്യൂസ് മലയാളത്തിന്റെ വാർത്താ കാർഡും മെറ്റ പിൻവലിച്ചു. സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ മെറ്റ നീക്കം ചെയ്യുന്നത് തന്റെ താല്പര്യപ്രകാരമല്ല എന്ന മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ വാസ്തവം എന്താണ്? കാണാം RDX റാപ്പ്. വിമർശനമുന്നയിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നീക്കം ചെയ്യുന്നതിൽ സർക്കാർ ഇടപെടലുണ്ടെന്ന ആരോപണം മുഖ്യമന്ത്രി പൂർണ്ണമായും തള്ളി. തന്നെ വിമർശിച്ചു കൊണ്ടുവരുന്ന പോസ്റ്റുകൾ പോലും നീക്കം ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മെറ്റയ്ക്ക് കത്തെഴുതാൻ തയ്യാറാണ്. വാർത്തകൾ നീക്കം ചെയ്യിക്കാൻ തനിക്ക് മെറ്റയിൽ യാതൊരു സ്വാധീനമില്ലെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. അതേസമയം MDMA ലഹരിക്കടത്ത് കേസിൽ അറസ്റ്റിലായ മുഹമ്മദ് ഹുസൈനെയും അബ്ദുൾ സലാമിനെയും നേരിട്ടറിയാമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. എന്നാൽ പ്രതികളായിരുന്നവർ തന്റെ സോഷ്യൽ മീഡിയ ടീമിന്റെ ഭാഗമല്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നവകേരള സദസ്സിനിടെയുണ്ടായ പ്രതിഷേധത്തിൽ പോലീസ് ലാത്തി ചാർജിൽ പരിക്കേറ്റപ്പോഴാണ് മുഹമ്മദ് ഹുസൈനെ ആദ്യമായി ഫോണിൽ വിളിച്ചത്. പിന്നീട് നൽകിയ വാക്കിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിൽ പോയെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. PMAY പദ്ധതിയുമായി മുന്നോട്ടു പോകാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. പദ്ധതിയുടെ ഭാഗമായി മോദിയുടെ ഫോട്ടോ വയ്ക്കേണ്ടതില്ലെന്നും ലോഗോ മാത്രം മതിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം വന്ദേമാതരം വിവാദത്തിൽ വ്യക്തമായ മറുപടി നൽകാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. RDX റാപ്പ് ന്യൂസ് മലയാളം. മെറ്റ എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ലെന്നായിരുന്നു മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പ്രതികരണം. ഞാനോ എൻ്റെ ഓഫീസോ പറഞ്ഞിട്ട് നിങ്ങൾ കൊടുക്കുന്ന വാർത്ത മെറ്റ റിമൂവ് ചെയ്യുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. ആ സ്വാധീനം എനിക്കുണ്ടോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. ഭയങ്കര സംഭവം, ഞാനൊരു ഭയങ്കര സംഭവം എന്ന് എനിക്ക് തോന്നുന്നത് വാർത്തയൊക്കെ വായിച്ചിട്ട് ഞാൻ എഴുതി കൊടുക്കുന്ന സാധനങ്ങളൊക്കെ മെറ്റ ഓർഡർ ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞാൽ അതെന്താണ് മെറ്റ ചെയ്യുന്നതെന്ന് അറിയില്ല. ചാനലുകളുടെ പേരിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എനിക്കത് തിരിച്ച് വരുന്നതിൽ സന്തോഷമുള്ളൂ. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, നാളെ എന്റെയും പോവില്ലേ. അല്ലാതെ ഞാനോ എൻ്റെ ഓഫീസോ പറഞ്ഞിട്ട് മെറ്റ നിങ്ങളൊക്കെ കൊടുക്കുന്ന ഓൺലൈൻ ചാനലിൽ കൊടുക്കുന്ന സാധനം റിമൂവ് ചെയ്യോ? അത് എന്താണ് മെറ്റയുടെ എന്തെങ്കിലും പോളിസിയിൽ ഉണ്ടായിരിക്കുന്ന ചേഞ്ചാണോ എന്താണെന്ന് വ്യക്തമല്ല. അത് നിങ്ങൾ അത് തിരിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ചാനലുകളിൽ നിന്ന് ഓൺലൈൻ മീഡിയയിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തണം. അതിൻ്റെ കൂടെ സർക്കാരുണ്ടാവും. സർക്കാർ വേണമെങ്കിൽ കത്തെഴുതാം. ഞാൻ വേണമെങ്കിൽ കത്തെഴുതാം മെറ്റയ്ക്ക്. കാരണം എന്നെ വിമർശിച്ച് കൊണ്ട് വരുന്ന പോസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കത്തെഴുതാം. ഞാൻ റെഡിയാണ്. MDMA കടത്തുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നേരിട്ടറിയാം എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിനിടെ പോലീസിന്റെ ക്രൂരമായ ലാത്തിചാർജിൽ പരിക്കേറ്റപ്പോഴാണ് ഹുസൈനെ താൻ ആദ്യമായി ഫോണിൽ വിളിക്കുന്നത്. പിന്നീട് പലപ്പോഴായി 3-4 ഇടത്ത് വെച്ച് അവരെ കണ്ടിട്ടുണ്ട് എന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട 2 പേരെ എനിക്ക് നേരിട്ട് അറിയാം. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ ഫോണിൽ വിളിക്കുന്നത് നവകേരള സദസ്സുമായിട്ട് അദ്ദേഹത്തിന് പെരുമ്പാവൂരിൽ കുറുപ്പമ്പടി MGM സ്കൂളിന്റെ മുമ്പിൽ വെച്ച് ക്രൂരമായ ലാത്തിച്ചാർജിൽ പരിക്കേറ്റു. ആ വീട്ടിൽ പോയി ഇദ്ദേഹത്തെ കണ്ടതിന് ഫോട്ടോസൊക്കെ ഉണ്ട്. അതിനുശേഷം ഇയാൾ എന്നെ 3-4 പ്രാവശ്യം പല സ്ഥലത്ത് വെച്ച് കാണാൻ വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മളൊരു പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ ഒരാളെന്നുള്ള നിലയിലുള്ള ഒരു താല്പര്യം കാണിച്ചിട്ടുണ്ട് അയാളോട്. അങ്ങനെയല്ലേ? അടികൊണ്ട് വന്ന പിള്ളേർ വരുമ്പോൾ നമ്മളൊന്ന് ചേർത്ത് നിർത്തും, തീർച്ചയായിട്ടും അത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും അവിടുത്തെ പാർട്ടിക്കാർക്കോ പബ്ലിക്കിനോ ഇതൊന്നും അറിയില്ലല്ലോ ഇദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന്. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അല്ലാതെ ആർക്കും അതറിയില്ല. അത് എൻ്റെ സോഷ്യൽ മീഡിയ ടീമിലൊന്നുമില്ല. നവകേരള യാത്രയ്ക്ക് മുമ്പ് സതീശനും മുഹമ്മദ് ഹുസൈനും ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോകൾ പ്രദർശിപ്പിച്ചായിരുന്നു MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം. പ്രതിയുടെ ത്യാഗത്തെക്കുറിച്ച് പറയാനാണ് സതീശൻ ഇപ്പോൾ വ്യഗ്രത എന്ന് അദ്ദേഹം ആരോപിച്ചു. നരേന്ദ്രമോദിയെയും വി.ഡി. സതീശനെയും കുറിച്ചുള്ള പോസ്റ്റുകളാണ് നീക്കുന്നത് എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മെറ്റയുമായി ബന്ധപ്പെട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നാണ് സതീശൻ അവകാശപ്പെടുന്നത്. വി.ഡി. സതീശനും മോദിക്കുമെതിരെയുള്ള വാർത്തകൾ മാത്രം തിരഞ്ഞുപിടിച്ച് എങ്ങനെ ഒഴിവാക്കുന്നു എന്നതാണ് പ്രശ്നം. MDMAയുടെ 7 ജില്ലകളിലെ മൊത്ത കച്ചവടക്കാരനായ മുഹമ്മദ് ഹുസൈൻ ഈ പ്രതിയുമായി ഇപ്പോഴാണല്ലോ പ്രതിയാക്കപ്പെട്ടത്. വി.ഡി. സതീശനോടൊപ്പം എടുത്ത ചിത്രങ്ങൾ നമുക്ക് കാണാം.
മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട വളരെ അടുത്ത് ഉള്ള ഒരാളാണ് എന്ന് ഞങ്ങൾ പറയുമ്പോൾ അതിനെ മറികണ്ഠം ചടന്ന് വേറെ എന്തെങ്കിലും വിശദീകരിച്ച കാര്യമില്ലല്ലോ. കളവ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കളവല്ലല്ലോ പറയേണ്ടത്, ജനങ്ങൾക്ക് വസ്തുതയല്ലേ അറിയേണ്ടത്. അപ്പോൾ ഈ പ്രതിയുടെ ത്യാഗങ്ങളെക്കുറിച്ച് പുകഴ്ത്തുകയായിരുന്നു മുഖ്യമന്ത്രി. മാധ്യമ സ്ഥാപനങ്ങളുടെ കാർഡുകൾ നീക്കം ചെയ്തത് സതീശൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടാണെന്നായിരുന്നു മുൻമന്ത്രി തോമസ് ഐസക്കിന്റെ ആരോപണം. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഫാക്ട് ചെക്ക് നടത്തേണ്ട അവസ്ഥയാണെന്ന് PM മുഹമ്മദ് റിയാസും പ്രതിപക്ഷത്ത് നിന്ന് പരിഹസിച്ചു. VD സതീശന്റെ സർക്കാർ ഇത് സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്, അതുകൊണ്ട് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കിയിട്ടുള്ളത്. ഇതാണ് ജനാധിപത്യ ധ്വംസനം എന്ന് പറയുന്നത്. ഇതാണ് പൗരസ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലിടുന്നെന്ന് പറയുന്നത്. എന്നിട്ട് മുഖ്യമന്ത്രി പരിഹസിക്കുക. ഞാൻ ഭയങ്കര സംഭവമാണല്ലോ. ഇത് തിരുത്താൻ തയ്യാറാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് എല്ലാ ബുധനാഴ്ചയും നടത്തുന്ന പത്രസമ്മേളനം ഫാക്ട് ചെക്കിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണെന്ന് നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇന്ന് മുഖ്യമന്ത്രി MDMA കേസിൽ പിടിക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാവുമായി തനിക്കുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞത് കളവാണ് എന്ന് തെളിയിക്കുന്ന വീഡിയോകളും ഫോട്ടോകളും ഇപ്പോൾ തന്നെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഹർഷ, നമ്മൾ ആദ്യം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തെക്കുറിച്ചാണല്ലോ ചർച്ച ചെയ്യുന്നത്. എന്താ തോന്നിയത്? അല്ല, വാർത്താ സമ്മേളനത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിൽ 3 വിഷയങ്ങളാണ് പ്രധാനമായിട്ടും ഇന്ന് വന്നത്. മറ്റ് വിഷയങ്ങളും വന്നെങ്കിലും ഏറ്റവും പ്രധാനമായി വന്നത് ഇപ്പോൾ നമ്മളെ അടക്കം ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നം എന്നുള്ള നിലയ്ക്ക് ആദ്യം മെറ്റയുമായി ബന്ധപ്പെട്ട കാര്യം പറയാം. അതുപോലെ തന്നെ ഈ MDMA കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട്, വന്ദേമാതരത്തിലും വന്നിട്ടുണ്ട്. ഇതിനകത്തൊരു പ്രശ്നം ഈ VD സതീശനുമായി ബന്ധപ്പെട്ടുള്ള കോണ്ടന്റുകളെല്ലാം നീക്കം ചെയ്യുന്നു എന്ന മട്ടിൽ അതൊരു വാർത്തയായി വരുമ്പോൾ ഇത് രണ്ടും കൂടി കുഴഞ്ഞു പോകുന്നു. അതായത് ഈ മെറ്റ ഇത് നീക്കം ചെയ്യുന്നു എന്നുള്ളത് MDMA കേസ് എന്നുള്ളത് ഇത് രണ്ടും കുഴഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയുണ്ട്. സത്യത്തിൽ ഇത് രണ്ടാണ്, 2 വിഷയങ്ങൾ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ആ കാര്യത്തിൽ ഒരു വ്യക്തത ഇന്നത്തെ VD സതീശൻ്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം ഉണ്ടായിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. ഇത് രണ്ടായി തന്നെയാണ് അദ്ദേഹം അത് വിശദീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ സനീഷ്, ഇതിനകത്ത് കേരളത്തിൽ എനിക്ക് തോന്നുന്നു 3 ടെലിവിഷൻ ചാനലുകളുടെ ആണ് ഇത്തരത്തിലുള്ള കാർഡുകൾ വല്ലാതെ മെറ്റ പിൻവലിക്കുന്നത്. അതുപോലെ വ്യക്തികളുടേത് പിൻവലിക്കുന്നുണ്ട്, ചില ഓൺലൈൻ മാധ്യമങ്ങളുടേത് അത് പിൻവലിക്കുന്നുണ്ട്. ടെലിവിഷൻ ചാനലുകളുടെ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ടെലിവിഷൻ ചാനലിൻ്റെ ഭാഗമായുള്ള അതിൻ്റെ ഓൺലൈൻ പോർട്ടലുകളിൽ നിന്നാണ്, പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ നിന്നാണ് ഇത് പിൻവലിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് മാത്രമാണത്. ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ ചർച്ച ചെയ്യുന്നു, ഇത് സാറ്റലൈറ്റിൽ പോകുന്നു, അത് ആളുകൾ TV വഴി കാണുന്നു എന്നുള്ളത് സംഭവിക്കുന്നുണ്ട്, യൂട്യൂബിൽ ആളുകൾ ഇത് കാണുന്നുണ്ട്. പക്ഷേ ഈ വാർത്ത പോകുന്ന മറ്റു മാധ്യമങ്ങൾ, അതിൽ തന്നെ പ്രത്യേകിച്ച് ഫേസ്ബുക്കിലാണ് ഇതിന് വലിയ റെസ്ട്രിക്ഷൻ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് വളരെ സ്വാഭാവികമായി സംഭവിക്കുന്നതല്ല. ഇപ്പോൾ ഇന്നലത്തേതിൽ നിന്ന് നമുക്ക് കൂടുതൽ വ്യക്തതയുണ്ട്. ഇന്നത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രി ഒരുപക്ഷെ ഈ കാര്യത്തെക്കുറിച്ച് ബോധവാനല്ലായിരിക്കും എന്ന് തന്നെ ഞാനങ്ങ് കരുതുകയാണ്. എൻ്റെ ഒരു തോന്നൽ അങ്ങനെയാണ്. കാരണം അദ്ദേഹം പറയുന്നത് എന്താണ്, ഞാൻ അത്ര വലിയ മനുഷ്യനാണോ, എൻ്റെ ഇത് വെരിഫൈ ചെയ്ത് തരാൻ പറഞ്ഞിട്ട്, ഇൻസ്റ്റാ വെരിഫൈ ചെയ്ത് തരാൻ പറഞ്ഞിട്ട് ഇതുവരെ തന്നിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന ഒരു കാരണം. നമ്മൾ നേരത്തെ അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി കഴിഞ്ഞ ദിവസം ബന്ധപ്പെട്ടപ്പോഴും ഇതേ കാരണങ്ങളൊക്കെ തന്നെയാണ് അവിടുന്ന് കിട്ടിയത്. പക്ഷേ ഒരു പ്രശ്നം, എങ്ങനെയാണ് ഈ 3 മാധ്യമ സ്ഥാപനങ്ങളുടെ മാത്രം കാർഡുകൾ ഇങ്ങനെ പോകുന്നത്? ഒരേ വാർത്ത. ഇപ്പോൾ ഇന്നിപ്പോൾ VD സതീശൻ പറഞ്ഞത്, ഞാൻ നിയമപരമായ പോരാട്ടത്തിന് ഈ മാധ്യമ സ്ഥാപനങ്ങൾ പോവുകയാണെങ്കിൽ അതിന് പിന്തുണ കൊടുക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനിയിപ്പോൾ അതൊരു നാണക്കേടാണെന്ന് വിചാരിച്ച് മറ്റു മാധ്യമങ്ങൾ പറയാതിരുന്നതായിരിക്കും. അത് നമുക്കറിയില്ല. അപ്പം ഇത് ഞാൻ മറ്റു മാധ്യമങ്ങളിൽ കണ്ടു, ഈ വാർത്ത മറ്റു മാധ്യമങ്ങളിലും കണ്ടു. പക്ഷേ നമ്മുടെ കാർഡും പിടിച്ചു മെറ്റ. എന്താണ് അദ്ദേഹം വളരെ പോസിറ്റീവ്, അദ്ദേഹത്തിന് അനുകൂലമായൊരു വാർത്ത തന്നെയാണ്. അതായത് നമുക്ക് ഒപ്പം ഈ പോരാട്ടത്തിന് VD സതീശനും ഉണ്ട് എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ആ വാർത്ത ഫേസ്ബുക്ക് പിടിച്ചു. അപ്പോൾ പിടിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്തുള്ള പ്രശ്നം എന്താണ്? അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ URLകളിലാണ് നിങ്ങൾ നിരീക്ഷിക്കേണ്ടത്, അതിനെ തന്നെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടതെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആരാണ് അത് റിപ്പോർട്ട് ചെയ്യാൻ അധികാരപ്പെട്ടിരിക്കുന്ന വ്യക്തി? ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ പഴയ അവസ്ഥയും പുതിയ അവസ്ഥയും തമ്മിൽ വലിയ മാറ്റമുണ്ട്. മുമ്പൊക്കെ ഇത് ആര് പറഞ്ഞാലും കേൾക്കാത്ത ഒരു സംഗതിയാണ് എന്നുള്ള തോന്നലിൽ നിന്നുകൊണ്ടായിരിക്കാം ഇപ്പോൾ VD സതീശനും അങ്ങനെ പറയുന്നത്. കാരണം ഞാനത്ര വലിയ ആളാണോ എന്ന്. അദ്ദേഹം വലിയ ആളാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം പറഞ്ഞാൽ കേൾക്കും മെറ്റ. അങ്ങനെ ഒരു പൊസിഷനിലാണ് ഇപ്പോൾ അദ്ദേഹം ഇരിക്കുന്നത്. മുമ്പായിരുന്നെങ്കിൽ ആയിരുന്നില്ല.
ഒരുപക്ഷെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞാൽ പോലും ഇത്രയും പവറോടെ അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹം അതിന് പറ്റുന്ന ഒരു പൊസിഷനിൽ തന്നെ ആയിരിക്കുന്നത്. അത് അദ്ദേഹത്തിന് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ IT ഉപദേഷ്ടാക്കളൊക്കെ പറഞ്ഞു കൊടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപദേഷ്ടാക്കൾ പറഞ്ഞു കൊടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞ പോലെയല്ല, അദ്ദേഹത്തിന് അതിനുള്ള അധികാരമുണ്ട്. കാരണം ഇത് റിപ്പോർട്ട് ചെയ്യാൻ അധികാരപ്പെട്ടിട്ടുള്ള ആളുകൾ ആരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു DIG റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ, അല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ. ഈ നിലവാരത്തിലുള്ള ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് നിന്ന് നോക്കിയാൽ അവർ എത്രയോ താഴെയാണ്. അപ്പോൾ അവിടെ മുതൽ മുകളിലോട്ട് ആർക്കും റിപ്പോർട്ട് ചെയ്യാവുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അല്ലെങ്കിൽ ഈ ഏൽപ്പിച്ചിരിക്കുന്ന സർക്കാർ ഏൽപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിന് സർക്കാരിൻ്റെ ചുമതലപ്പെട്ട ഒരു ഏജൻസി, അവർക്കത് റിപ്പോർട്ട് ചെയ്യാവുന്ന സാഹചര്യമുണ്ട്. അത് തന്നെയാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ മെറ്റയ്ക്ക് മെയിൽ അയച്ചിട്ടുണ്ട്, മറ്റൊരു ചാനലിൽ മെറ്റയ്ക്ക് മെയിൽ അയച്ചിരുന്നു, അവർക്ക് മറുപടി കിട്ടിയിട്ടുണ്ട്. ആ മറുപടിയിൽ തന്നെ കൃത്യമായി പറയുന്നത് എന്താണ്, ലീഗൽ റിക്വസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണെന്ന് വ്യക്തമാണ് ആ മറുപടിയിലൂടെ. ഈ ലീഗൽ റിക്വസ്റ്റ് ഇല്ലാതെ അങ്ങനെ ഒരു പ്രശ്നമില്ല. മാത്രമല്ല ഇത് ഈ ജിയോ റെസ്ട്രിക്ഷനാണ് ഉണ്ടാകുന്നത്. ഇന്ത്യയിലേ ഉള്ള പ്രശ്നം. ഇത് മാറ്റി ഇന്ത്യക്ക് പുറത്ത് പോയാൽ ഇത് കാണാം. നമ്മുടെ ഈ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത് അത് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് പുറത്ത് ഇത് കാണാം, ഇന്ത്യക്കുള്ളിൽ ഇത് കാണാൻ സമ്മതിക്കില്ല എന്നുള്ള അവസ്ഥ ഉണ്ടാകുമ്പോൾ കൃത്യമായ ഇതിൽ ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഇതിപ്പോൾ VD സതീശൻ സർക്കാർ തീരുമാനിച്ച് അങ്ങനെ ആവശ്യപ്പെട്ടിട്ട് തന്നെ ആണോ എന്ന് ചോദിച്ചാൽ അതിനകത്തൊരു പ്രശ്നമുള്ളത്, നമുക്ക് പോകുന്ന കാർഡുകളിൽ ചില കാർഡുകൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, യോഗി ആദിത്യനാഥിനെക്കുറിച്ച്, നിർമ്മല സീതാരാമനെക്കുറിച്ച്, അമിത്ഷായെക്കുറിച്ച് ഒക്കെയുള്ള നമ്മളെന്തെങ്കിലും കുഴപ്പം പറഞ്ഞ കാർഡുകളല്ല. പ്രതിപക്ഷ നേതാക്കൾ പറയുന്ന ആരോപണങ്ങളൊക്കെ നമ്മളുടെ കാർഡുകളായി പോകുമ്പോൾ ആ വാർത്തകൾ അവർ പിൻവലിക്കുന്നുണ്ട്, അവർ വലിക്കുകയാണ്. അല്ലാതെ നമ്മളായിട്ട് വേറെ കുഴപ്പമൊന്നും ഇവരെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഈ പറയുന്നത് ആരാണ്? പ്രതിപക്ഷ നേതാക്കൾ. അപ്പം നമ്മുടെ ശബ്ദമല്ല യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയെ കുറിച്ച് അല്ല യോഗി ആദിത്യനാഥിനെ കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞു എന്നുള്ള കാർഡ് പിടിച്ചു കളയാണ്. അത് യോഗി ആദിത്യനാഥിനെ കുറിച്ച് അഖിലേഷ് യാദവ് പറഞ്ഞ് നമ്മുടെ കാർഡ് പിടിച്ചു. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ശബ്ദം, അതല്ലെങ്കിൽ ഈ മാധ്യമങ്ങളുടെ വാമൂടി കെട്ടുക എന്നുള്ളതല്ല, അതുമാത്രമല്ല നടക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ വാമൂടി കെട്ടുകയാണ്. പ്രതിപക്ഷത്തിന്റെ വാമൂടി കെട്ടുകയാണ്. അവിടെ ആരുടെ, ഈ രാഹുൽ ഗാന്ധിയുടെയും അഖിലേഷ് യാദവിൻ്റെയും ഒക്കെ വാമൂടി കെട്ടുന്നുണ്ട്. ഇന്ത്യ സഖ്യത്തിലെ മുതിർന്ന നേതാക്കളുടെ വാമൂടി കെട്ടുന്നുണ്ട്. ഇന്നിപ്പോൾ മല്ലികാർജുൻ ഖാർഗെയുടെ വാർത്ത പിടിച്ചു. മല്ലികാർജുൻ ഖാർഗെ അദ്ദേഹം ഈ അയിത്ത ആരോപണം ഉന്നയിച്ച വാർത്ത, ആ കാർഡ് പിടിച്ചിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ഇതിന് സമാന്തരമായി കേരളത്തിൽ ഒരു ഓപ്പറേഷൻ നടക്കുന്നുണ്ടോ എന്നത് പക്ഷേ നമ്മൾ സംശയിക്കണം. കാരണം എന്താണ്, ഇവിടെ കേരളത്തിൽ ഇത്തരം കാർഡുകൾ പിടിക്കുകയാണ്. അതായത് VD സതീശനെതിരെ വരുന്ന കാർഡുകൾ ഏതാണ്ട് ബഹുഭൂരിപക്ഷം പിടിക്കുന്നു, അനുകൂലമായി വരുന്നതും പിടിക്കുന്നു. അതെന്താ കാരണം? അത് വളരെ 100% ആക്യുറസിയോടെ അല്ല ഇതിൽ ഈ AI ആണെങ്കിലും മനുഷ്യരാണെങ്കിലും പ്രവർത്തിക്കും. കാരണം മലയാളത്തിലാണല്ലോ ഈ സംഗതി നടക്കുന്നത്. ബൾക്കായി അപ്ലോഡ് ചെയ്യാൻ കഴിയും. ഈ സഹയോഗ് എന്ന് പറയുന്ന പോർട്ടലിലൂടെയാണ് ഇതെല്ലാം നടക്കുന്നത്, ഈ കമ്മ്യൂണിക്കേഷൻ മുഴുവൻ നടക്കുന്നത്. അതുവഴി ബൾക്കായി തന്നെ അപ്ലോഡ് ചെയ്യാൻ കഴിയും. നമ്മുടെ URLകളെ കൃത്യമായി ടാർഗറ്റ് ചെയ്യാനായിട്ട് ഇവർക്ക് ആവശ്യപ്പെടാൻ കഴിയും. അത് ആവശ്യപ്പെട്ട് കഴിയുമ്പോൾ ഇവരുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ ഈ ജന്തർ മന്തർ സമരം കൂടി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് ഈ സേഫ് ഹാർബറിൽ നിന്ന് ഇവരെ ഒഴിവാക്കുമെന്ന് പറഞ്ഞതോടെ മെറ്റയ്ക്ക് പേടിയായി. അപ്പോൾ എന്താണ്, ഇത് ആവശ്യപ്പെട്ടാൽ 2 മണിക്കൂറിനകം വലിച്ചിരിക്കും എന്നുള്ളതിലേക്ക് മാറി കാര്യങ്ങൾ. ഇതേ കൂടി ഇതിനകത്ത് ഭാഗവാക്കാകുന്നതോടെ ഈ ആക്യുറസി ഇല്ലാത്തത് കൊണ്ട് തന്നെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ വലിക്കും. ഇപ്പോൾ VD സതീശനെതിരെ പറയുന്നത് വലിക്കണമെന്നാണ് നിർദ്ദേശമെങ്കിൽ അനുകൂലമായി പറയുന്നതും പോകും. കാരണം VD സതീശൻ്റെ മുഖം കാണുമ്പോൾ തന്നെ ചിലപ്പോൾ വലിച്ചു കളയും. VD സതീശൻ്റെ മുഖത്തോട് സാമ്യമുള്ള വേറെ ഒരു വാർത്തയിൽ ഒരാളുടെ കാർഡ് പോയപ്പോൾ അത് വലിച്ചു. അത് ഇതുമായി ഒരു ബന്ധമില്ല, രാഷ്ട്രീയമേ അല്ല, അത്തരം വാർത്തയിൽ അത് കാർഡ് വലിച്ചു. അപ്പോൾ ഇത് എന്തിനായിരിക്കും നമ്മൾ റാൻഡമായിട്ട് ഒരെണ്ണം അങ്ങനെ വലിച്ചു കഴിയുമ്പോൾ നമ്മളിത് ആലോചിച്ച് കഴിയുമ്പോൾ പിന്നെ ആകെയുള്ള ബന്ധം കാണുന്നത് ഇതാണ്. അതിലും എന്താ പറയുന്നത്, ഈ ലീഗൽ റിക്വസ്റ്റ് പോയതുകൊണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മളെ അറിയിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ ഹാർമണിയെ തകർക്കുമെന്നൊക്കെ പറഞ്ഞാണല്ലോ നമ്മളെ അറിയിക്കുന്നത്. ആ രീതിയിലാണ് ഈ കാർഡുകൾ പിൻവലിക്കുന്നത്. അപ്പോൾ ഇതിലൊരു പ്രശ്നമുണ്ട്. എനിക്കിതിനകത്ത് ഞാനൊരു കാരണവശാലും VD സതീശനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നില്ല, അല്ലെങ്കിൽ VD സതീശൻ സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കുന്നില്ല. 2 സാധ്യതകൾ ഇതിനകത്ത് ഉണ്ടാവാം. ഒന്ന്, VD സതീശൻ സർക്കാരിലെ ഈ റാങ്കിൽ മുകളിലുള്ള ഉദ്യോഗസ്ഥരിൽ ആരെങ്കിലും അവരുടെ എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം തീർക്കുന്നതിൻ്റെ ഭാഗമായുള്ള പദ്ധതികളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി ചിലപ്പോൾ നടത്തിയിട്ടുണ്ടാവാം. ഇപ്പം നമ്മൾ പല കാര്യങ്ങളും ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പല വിവാദങ്ങളും, അതായത് വേറെ 100 പ്രശ്നം ഇവിടെ നിലനിൽക്കെ ചില നോൺ ഇഷ്യൂകൾ ഇങ്ങനെ വലിയ ചർച്ചയായി പല മാധ്യമങ്ങളും ഉയർത്തിക്കൊണ്ടുവരികയും അത് ചർച്ച ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് എന്താണ്, 1-2 ഉദ്യോഗസ്ഥർ തമ്മിലുള്ള തർക്കമാണ്. അതിൻ്റെ മൂലകാരണത്തിലേക്ക് നമ്മൾ അന്വേഷിച്ചു വന്നു കഴിഞ്ഞാൽ അത് വസ്തുതയാണ്. അപ്പോൾ അതിന് വഴങ്ങിക്കൊടുക്കുന്ന അവസ്ഥ ഈ സർക്കാരിനുണ്ടാവരുത്. അതങ്ങനെയാണെങ്കിൽ അത് VD സതീശൻ, ചിലപ്പം VD സതീശനോ കോൺഗ്രസ് സർക്കാരിനോ കോൺഗ്രസ്സുകാർക്കോ UDFകാർക്കോ ഒക്കെ അല്ലെങ്കിൽ ലീഗുകാർക്കോ ഒക്കെ
ഒരു സുഖം ആദ്യം തോന്നും, ഒരു കുളിർ ആദ്യം തോന്നും ഈ ചില വാർത്തകൾ വന്നു കഴിയുമ്പോൾ. പക്ഷേ അതിൻ്റെ അടിസ്ഥാന കാരണം എന്നത് ഉദ്യോഗസ്ഥരുടെ ഈ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നമാണോ എന്നുകൂടി അന്വേഷിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. കാരണം നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഈ ന്യൂസ് മലയാളം എന്ന മാധ്യമ സ്ഥാപനം ഏതെങ്കിലും തരത്തിൽ ടാർഗറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടോ വി ഡി സതീശനെ? ഇല്ലല്ലോ. നമ്മൾ എല്ലാ കാലത്തും വി ഡി സതീശൻ സ്വീകരിച്ചിരിക്കുന്ന ശക്തമായ നിലപാടുകളോടൊപ്പം നിന്ന് തന്നെയാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്, കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ എന്താ പ്രശ്നം? വി ഡി സതീശൻ്റെ രൂപസാമ്യമുള്ള ഒരാളുടെ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നിന്ന് വലിക്കും. അതുകൊണ്ട് ശബ്ദങ്ങളില്ലാതാകുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ പറയുന്നില്ലേ, ചാനലുകളിൽ കേൾക്കുന്നില്ലേ, ഫേസ്ബുക്കിൽ കാണുന്നില്ലേ, അല്ല യൂട്യൂബിൽ കാണുന്നില്ലേ, ഇങ്ങനെ ആളുകൾ അല്ലെങ്കിൽ മറ്റു വാട്സാപ്പിലൂടെ ആളുകൾ കാണില്ലേ? അപ്പോൾ ഇതിന് അങ്ങനെ മൂടിക്കെട്ടലൊന്നും നടക്കില്ല. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഈ സർക്കാരിനെ മോശക്കാരാക്കുകയുള്ളൂ. അപ്പോൾ ആ കരുതൽ തീർച്ചയായിട്ടും ഉണ്ടാവണം. അത് അവരറിയാതെയാണെങ്കിൽ, വി ഡി സതീശൻ അറിയാതെയാണെങ്കിൽ, സർക്കാർ അറിയാതെയാണെങ്കിൽ, ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ താല്പര്യമാണ് ഈ നടക്കുന്നതെങ്കിൽ അത് അന്വേഷിച്ച ആ കാര്യത്തിൽ ഒരു നടപടി അടിയന്തരമായി സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ് ഈ സർക്കാർ. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. മറ്റു രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്, നമുക്കത് വിശദമായി പറഞ്ഞു പോകാൻ തൽക്കാലം കഴിയില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. വന്ദേ മാതരത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്. വന്ദേ മാതരത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞതാണ് നിയമം പാസ്സാക്കിയിരിക്കുന്നു, ഇനിയിപ്പോൾ ശിക്ഷ കിട്ടുമെന്നാണ്. അങ്ങനെ ഒരു നിയമം ഇവിടെ പാസ്സാക്കിയിട്ടില്ല, അങ്ങനെ ഒരു ശിക്ഷ കിട്ടത്തുമില്ല. ഇനിയിപ്പോൾ ഒരു സർക്കാർ തലത്തിൽ തന്നെ ഇത് എല്ലാ പരിപാടികളിലും മാർഗനിർദ്ദേശം വന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രോട്ടോകോൾ എന്ന നിലയ്ക്ക് തന്നെ ആ മാർഗനിർദ്ദേശം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുമുണ്ട്. അത് ഇപ്പോൾ പക്ഷേ കേരളത്തിലെ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചുകൊണ്ട് ഇവിടുത്തെ പരിപാടികളിൽ വന്ദേ മാതരത്തിൻ്റെ മുഴുനീള ഇത് അവതരിപ്പിക്കേണ്ടതില്ല എന്ന്, എല്ലാ പാരഗ്രാഫും പാടേണ്ടതില്ല എന്ന് തീരുമാനിച്ചാൽ ഒരാളെ പോലും ശിക്ഷിക്കാൻ ഇന്ന് ഇന്ത്യയിൽ വകുപ്പില്ല. അത് വി ഡി സതീശൻ പറഞ്ഞത് തെറ്റാണ്. ഒരുപക്ഷെ അദ്ദേഹം അത് പരിശോധിക്കണം. എന്നാൽ അടുത്ത ദിവസം തിരുത്തുമായിരിക്കും. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ഇതൊന്നും അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞു പോയത്. ഓഗസ്റ്റ് 15 കേട്ടെ സ്വാതന്ത്ര്യ സമരം വരുന്നല്ലേ ഉള്ളൂ എന്ന്. എനിക്ക് തോന്നുന്നത് അന്ന് ഇത് മുഴുവൻ മുഴുവൻ പാടാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഒരു സസ്പെൻസ് ഇട്ടതാണ്. പക്ഷേ അതിന് പൊലിമ കൂട്ടാൻ അദ്ദേഹം പറഞ്ഞു ശിക്ഷിക്കാനുള്ള വകുപ്പുണ്ടെന്ന്. അത് വലിയ ഗുരുതരമായ ഒരു കുഴപ്പമാണ്. ഇല്ലാത്ത ഒരു വകുപ്പാണ് വി ഡി സതീശൻ അവകാശപ്പെടുന്നത്, സംസ്ഥാന മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത്. ഇത് സംസ്ഥാനത്ത് മുഴുവൻ ബാധകമാകുന്ന ഒരു പ്രശ്നമാണ്. നിയമം എന്താണ്? ഈ വന്ദേ മാതരം ആലപിക്കുമ്പോൾ ആരെങ്കിലും എഴുന്നേറ്റ് നിന്ന് അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയോ അവിടെ വല്ല പ്രശ്നം ഉണ്ടാക്കുകയോ ചെയ്താൽ അയാളെ ശിക്ഷിക്കാനുള്ള വകുപ്പുണ്ട്. അതല്ലാതെ ഇത് നിർബന്ധമായും പാടിക്കണം, ഇല്ലെങ്കിൽ നിങ്ങളെ തൂക്കിലേറ്റും എന്നുള്ള മട്ടിൽ ഇവിടെ ഒരു നിയമം പാസ്സായിട്ടില്ല. അങ്ങനെ ഒരു ശിക്ഷ ഇല്ല. അത് ഇനിയെങ്കിലും സംസ്ഥാന മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ സംസാരിക്കാൻ ബാധ്യതപ്പെട്ടയാളാണ്. അത് ആ നിലയ്ക്ക് തന്നെ തിരുത്തി പോകേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. ബാക്കി ഞാനിപ്പോൾ തൽക്കാലം പറയുന്നില്ല. അത് കറക്റ്റാണ്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഒന്ന്, ഈ നമ്മുടെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ, മെറ്റയുടെ കാര്യത്തിൽ ഹർഷൻ ഇപ്പോൾ പറഞ്ഞത് വെച്ച് കൊണ്ടുപോയി പെട്ടെന്ന് എനിക്ക് തോന്നിയ ഒന്ന്, അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള ആരെങ്കിലും അദ്ദേഹത്തിന് പാരവെക്കുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഉറപ്പ്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആണ് എല്ലായിടത്തും റിമൂവ് ചെയ്യുന്നത്. മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആളിൻ്റെ ഫോട്ടോ മാധ്യമ സ്ഥാപനങ്ങളിൽ കാർഡായിട്ട് വരരുത് എന്നതല്ലേ ഇതുകൊണ്ട് സംഭവിക്കുന്നത്. എന്നാൽ ഹർഷൻ ഇപ്പോൾ പറഞ്ഞു, എന്നാൽ നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്ന ആൾ കേൾക്കാതിരിക്കുന്നുണ്ടോ? ഇന്നിപ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ തൊട്ട് തോമസ് ഐസക് വരെയുള്ള ആളുകൾ വന്ന് സംസാരിച്ചു. മാധ്യമങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് വാർത്ത വരിക. ഇപ്പോൾ വി ഡി സതീശൻ ഒരു അടിയന്തരാവസ്ഥ കാലത്ത് മാധ്യമ നിഷേധം നടപ്പാക്കിയുള്ള ഒരാളായിട്ട് ചിത്രീകരിക്കപ്പെടുന്നു. എന്നാൽ അദ്ദേഹം പറയുന്നത് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ പിന്നെ എവിടുന്നാണ് സംഭവിക്കുന്നത് ചോദിച്ചപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചാൽ ഒന്നുകിൽ രാജാവിനേക്കാൾ രാജഭക്തികൾ ആരോ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എന്നാൽ പിന്നെ അങ്ങ് തീർത്തേക്കാം എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം തട്ടിക്കോ എന്ന് പറഞ്ഞ ആരോ ഈ മെറ്റയ്ക്ക് ഒരു മെയിൽ അയക്കുകയോ അല്ലെങ്കിൽ ആവശ്യപ്പെടുകയോ ചെയ്യേണ്ട. അല്ലെങ്കിൽ ഈ ചാൻസിൽ വി ഡി സതീശൻ്റെ പേര് കുറച്ച് ചീത്തയാവട്ടെ, അദ്ദേഹം ഇങ്ങനെ മാധ്യമങ്ങളെ പോയിന്റ് ചെയ്ത് പിടിക്കുന്ന ആളാണ് എന്ന മട്ടിൽ ആരോ അദ്ദേഹത്തിനെതിരെ പാരയും വെക്കുന്നുണ്ട് എന്നാണ് എൻ്റെ പ്രശ്നം. അതല്ല ഹർഷ, അതായത് ഞാൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം സാഹൂതം കാണാൻ എനിക്കൊരു കാരണമുണ്ടല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം പ്രവചിച്ചിരുന്നല്ലോ, അതായത് അദ്ദേഹം ഇങ്ങനെയായിരിക്കും പറയുക എന്നുള്ളത്. അപ്പോൾ അതൊരു ദിവസം കടന്നുപോയി. കാരണം കർക്കിടകമായതുകൊണ്ട് ക്യാബിനറ്റ് ഇല്ല, മന്ത്രിസഭായോഗമില്ല. അവിടെ നാളെ എന്ന് പറഞ്ഞ് മറ്റന്നാളായി ഒരു ദിവസം കൂടെ അതിൻ്റെ ഇടയ്ക്ക് വരികയും ഈ സംഭവങ്ങൾ ഒന്നുകൂടെ കയറി മൂക്കുകയും ചെയ്തു, ഈ പ്രത്യേകിച്ച് മെറ്റയുമായി ബന്ധപ്പെട്ട്. പക്ഷേ എൻ്റെ പ്രവചനം 95% ഫലിച്ചു. അതായത് ആ മെയിൻ വിഷയത്തിൽ നിന്ന് മാറിയിട്ട് സൈഡ് വിഷയമായിരിക്കും അദ്ദേഹം പിടിക്കുക എന്ന് ഞാൻ പറഞ്ഞത് ആ അർത്ഥത്തിൽ ശരിയായി. കാരണം അദ്ദേഹം മെയിൻ വിഷയമായിട്ടുണ്ടായിരുന്ന, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന, സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആരോപണം ഉയർന്ന ഈ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ തന്നെ മന്ത്രിസഭയിലെ രണ്ടാമനായിട്ടുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ ഈ പറയുന്ന പ്രത്യേകമായിട്ടുള്ളൊരു പദ്ധതിയിലൂടെ, ഓപ്പറേഷൻ തൂഫാനിലൂടെ പിടിയിലായതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നതിനേക്കാൾ കൂടുതൽ സമയമെടുത്തിട്ട് മെറ്റയെക്കുറിച്ച് പറഞ്ഞു. പിന്നെ അത് എൻ്റെ പ്രവചനം ശരിയായി എന്ന് പറയുമ്പോൾ തന്നെ ഇടയിലൊരു ദിവസം ഈ ചർച്ച കൂടുതലായിട്ട് വന്നുകൊണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് വന്നു മെറ്റയുടെ ഈ പരിപാടികൾ. അതുകൊണ്ട് അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് എൻ്റെ പ്രവചനം വിജയിച്ചു, അദ്ദേഹം ഇതാ വന്നില്ലേ എന്ന് പറഞ്ഞ് എനിക്കങ്ങോട്ട് സന്തോഷിക്കാൻ പൂർണ്ണമായിട്ട് പറ്റുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. പക്ഷേ എന്നാലും ഒരു പ്രശ്നം അതിനകത്തുള്ളത് ഹർഷ, അതായത് വി ഡി സതീശൻ്റെ വാർത്താ സമ്മേളനങ്ങളെല്ലാം ശ്രദ്ധിച്ച ഓരോ വിഷയങ്ങൾക്കിടയിലും അദ്ദേഹം മതിയായ സമയമിടും.
എന്നുവെച്ചാൽ ഒരു വിഷയം കഴിഞ്ഞ് അടുത്ത വിഷയം, എന്നിട്ട് ആ ഒരു വിഷയത്തിനകത്തുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിന് മറുപടി പറഞ്ഞിട്ടാണ് അടുത്ത വിഷയത്തിൽ അദ്ദേഹം പോകുന്നത്. പക്ഷേ ഇവിടെ കണ്ടോ, ഇവിടെ മെറ്റയുടെ വിഷയം ദീർഘമായിട്ട് പറഞ്ഞിട്ട് അദ്ദേഹം രണ്ടാമത്തെ എന്ന് വെച്ചാൽ സൈഡ് വിഷയം ആദ്യമായിട്ട് എടുത്ത് പ്രധാനമായിട്ട് ഇതെല്ലാം പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് പറഞ്ഞത് കേട്ടോ, അദ്ദേഹത്തിൻ്റെ ഭാഷയിലായിരിക്കും അദ്ദേഹം പറയാമെന്ന് വെച്ചാൽ ഞാൻ അത്രയും വലിയ സംഭവമാണോ, ഞാനാണോ മറ്റേ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നതെന്ന് ചോദിക്കുന്നത് ഞാനിവിടെ ചോദിച്ചിരുന്നു. അത് ആ കഴിഞ്ഞ ദിവസം കണ്ട ആളുകൾക്കറിയാം. അതുപോലെ തന്നെ അദ്ദേഹം ചോദിച്ചത്. അത് വിശദമായിട്ട് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഈ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടന്നു. എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് ഉള്ള സോഷ്യൽ മീഡിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് പിടിയിലായത് എന്ന ആരോപണമായിരുന്നല്ലോ. അത് വസ്തുതയല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അതിലേക്ക് കടന്നപ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ന് യഥാർത്ഥത്തിൽ മെറ്റയുമായി ബന്ധപ്പെട്ടതല്ല, ഈ പ്രശ്നമാണ്. അതായത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ആ കാര്യത്തെക്കുറിച്ച് എനിക്കവരെ അറിയാമായിരുന്നുവെന്നും അവർ പിന്നെ ഇങ്ങനൊരു നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് തല്ല് വാങ്ങിയപ്പോൾ അവരെ സന്ദർശിക്കുകയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു. ഇപ്പം തന്നെ സോഷ്യൽ മീഡിയയിലും പിന്നെ എം വി ഗോവിന്ദൻ മാസ്റ്റർ രാഷ്ട്രീയ എതിർപക്ഷത്തുള്ള ആൾ വന്നിട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയല്ല, അദ്ദേഹത്തിന് നേരത്തെ പരിചയം ഉണ്ടായിരുന്നു, ഇഫ്താർ വിരുന്നിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഫോട്ടോകളുണ്ടായിരുന്നു എന്നൊക്കെ. പക്ഷെ എൻ്റെ പ്രശ്നം അവിടെയൊന്നുമല്ല. എൻ്റെ പ്രശ്നം അദ്ദേഹം മതിയാം വിധം അതിനെ തള്ളിപ്പറഞ്ഞില്ല എന്നതാണ്. അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, ഞാൻ എന്നും പറയുന്നത് പോലെ 3.25 കോടി മലയാളികളുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള, ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും ഉന്നതമായ അധികാര പദവിയിലിരിക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവായിട്ടുള്ള വി ഡി സതീശൻ പൊതുപ്രവർത്തകനായിട്ടിരുന്നിട്ട് ഇങ്ങനെയെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ട് ഇത്രക്കും നിന്ദ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത ഒരാളെ മതിയായ ഭാഷയിൽ ശക്തിയായിട്ട് തള്ളിപ്പറഞ്ഞില്ല ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ എന്നതാണ് എൻ്റെ പ്രശ്നം. ഇതിനകത്ത് ആ ബൈറ്റ് ഒന്നുകൂടെ കേട്ടാൽ അറിയാം. വി ഡി സതീശൻ മുഖ്യമന്ത്രി അദ്ദേഹം എന്നാണ് ഈ ഹുസൈനെ കുറിച്ച് പറയുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ തന്നെ സർക്കാരിലെ പോലീസ്, ആഭ്യന്തര വകുപ്പ് ഈ നടപ്പാക്കുന്ന പ്രത്യേക ഒരു പരിപാടിയിലൂടെ മയക്കുമരുന്നുമായിട്ട് പിടിയിലായ ഒരാളെ അദ്ദേഹം എന്നാണ് പറയുന്നത്. ഒരിടത്ത് മാത്രമാണ് അയാളെന്ന് അദ്ദേഹം പറയുന്നത്, വി ഡി സതീശൻ പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ രീതി കൊണ്ട് വന്നതായിരിക്കാം, അതൊരു കുറ്റം പറയാൻ പറ്റില്ല. എന്നും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു വാർത്താ സമ്മേളനത്തിലൊക്കെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ, മറ്റൊരാളെ പരിഗണിക്കുമ്പോൾ, മറ്റൊരാളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എന്ന് പറയുന്ന ഒരു സ്വാഭാവിക രീതിയായിരിക്കാം, കുഴപ്പമില്ല, ഞാനത് മനസ്സിലാക്കുന്നു. പക്ഷേ അപ്പോഴും അത് പരിഗണിച്ചു കൊടുത്താൽ, അനുവദിച്ചു കൊടുത്താൽ പോലും ഇത്രയും നിന്ദ്യമായിട്ടൊരു കാര്യം നടന്ന, എന്നെ പറ്റിച്ച, സംസ്ഥാനത്തെ കോൺഗ്രസ് എന്ന വലിയ പാർട്ടിയെ പറ്റിച്ച, കോൺഗ്രസിൻ്റെ പ്രവർത്തകരും നേതാവും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൂടെ നടന്ന് ഇത്രമാത്രം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റും മറ്റുമൊക്കെ ഇട്ട, മറ്റെല്ലാം വിട്ടേക്ക്, അദ്ദേഹത്തിനോടുള്ള അടുപ്പവും കാര്യങ്ങളൊക്കെ വിട്ടേക്ക്, അങ്ങനെ ഇട്ട ഒരാളെ ഇങ്ങനെ ഒരു സംഗതിയിൽ വെച്ച് പിടിച്ചു. അതും ആര്? അദ്ദേഹത്തിന് എതിർപക്ഷത്തുള്ള സർക്കാരല്ല പിടിച്ചത്, അദ്ദേഹത്തിൻ്റെ തന്നെ സർക്കാർ, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പ്, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായിട്ടുള്ള മന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് പുതിയ ഒരു പദ്ധതി പ്രഖ്യാപിച്ച് പിടിച്ചപ്പോൾ അതിനെക്കുറിച്ച്, അതും ഈ ചെറുപ്പക്കാരെ കാർന്നു നിന്ന ഏറ്റവും വലിയ ഈ ദുരന്തമായിട്ടുള്ള ഈ മയക്കുമരുന്ന് സംഭവത്തിൽ ഇങ്ങനെയൊരു പൊതുപ്രവർത്തകൻ ചമഞ്ഞ് നടന്ന ഒരാൾ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനോട് പോലും സൗഹൃദം കാണിക്കുകയും അവിടേക്ക് എനിക്ക് ആക്സസ് ഉണ്ടെന്ന് കാണിക്കുകയൊക്കെ ചെയ്ത ഒരാളെ മതിയായ വിധത്തിൽ തള്ളിപ്പറയേണ്ടതല്ലേ? അത് തള്ളിപ്പറഞ്ഞോ? ഇല്ലല്ലോ, തള്ളിപ്പറഞ്ഞില്ല. ഞാൻ നോക്കും 4-5 വരികൾ കൊണ്ട് അദ്ദേഹം ഈ കാര്യം പറഞ്ഞ് കവർ ചെയ്ത് പോയി കളഞ്ഞു. അതേക്കുറിച്ചൊരു ചോദ്യം ചോദിക്കാൻ അദ്ദേഹം സമ്മതിച്ചില്ല. ഇത് പറഞ്ഞ് മെറ്റയിലേക്ക് പോയിട്ട് അങ്ങനെ പോയി. ഇതാണ് ആദ്യം പറഞ്ഞത് കേട്ടോ. ഇത് പറഞ്ഞ് മെറ്റയിലേക്ക് പോയിട്ട് അങ്ങനെ പോയി. മെറ്റയെ പറ്റിയുള്ള ചോദ്യവും ബഹളവും, മെറ്റയെ പറ്റിയുള്ള വിശദീകരണവും, പിന്നെ മറ്റു വാർത്തകളിലേക്കും. പത്രക്കാരാണെങ്കിൽ എന്തോ കാരണത്താൽ ഈ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ പ്രത്യേകമായ സ്കില്ല് കൊണ്ട് പത്രക്കാർക്ക് കണ്ണ് മഞ്ഞളിക്കുന്നുണ്ട് എന്ന് തോന്നും. അതായത് ഇതൊരു പ്രധാനപ്പെട്ട വിഷയം. 2-3 ചോദ്യങ്ങൾ ഉണ്ടാകുന്നില്ല, ആരും ചോദിക്കുന്നില്ല. പിന്നെ ഇപ്പോൾ കൈരളിക്കാരും ദേശാഭിമാനിക്കാരും ആര് ചോദിച്ചാലും ഇപ്പോൾ നമുക്കറിയില്ല ആരാ ചോദിക്കുന്നത്. നമ്മൾ ചോദിച്ചാലും ഇപ്പോൾ നിങ്ങൾ കൈരളിക്കാരും മിണ്ടണ്ടെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദേശാഭിമാനി മിണ്ടണ്ടെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എല്ലാവരും പേടിച്ചിട്ടാണ് തോന്നുന്നത്. അധികം ആരും ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ കുറ്റപ്പെടുത്തില്ല. ഇപ്പം ഞാൻ അവിടെ ചെന്നിരുന്നാലും ഞാനതാ പറഞ്ഞത്, ആ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ അദ്ദേഹം വിജയിക്കുന്നുണ്ട്. അദ്ദേഹം അങ്ങനെ ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കുന്നതിൽ വിജയിക്കുന്നതിൽ ഞാൻ അവിടെ ഇരിക്കുന്ന പത്രക്കാരെ കുറ്റപ്പെടുത്തില്ല. ഞാൻ പോയിരുന്നാലും ഇത് തന്നെയായിരിക്കും സ്ഥിതി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത്രയും പ്രധാനപ്പെട്ടൊരു കാര്യം, സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്ന, സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ഇപ്പോഴിരിക്കുന്ന അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആയതിനു ശേഷവും ഇങ്ങനെ കൂടെ നടന്നിട്ട് അതേ സമയം തന്നെ അപ്പുറത്ത് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന ഒരാളെ വേണ്ട വിധത്തിൽ തള്ളിപ്പറഞ്ഞോ? നാളത്തെ പത്രങ്ങളിൽ അദ്ദേഹത്തിന് അനുകൂലമായ നിലപാടെടുക്കുന്ന പത്രങ്ങൾക്ക് നാളെ ഇതിൽ മുഖ്യമന്ത്രിയുടെ അതിശക്തമായിട്ടുള്ള വാക്കുകളൊന്നും എഴുതി ചേർക്കാൻ പാകത്തിന് എന്തെങ്കിലും അദ്ദേഹം പറഞ്ഞോ? ഇല്ല, അദ്ദേഹം പറഞ്ഞില്ല. ഈ പേര് പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ ചെയ്തു, ഇയാൾ എന്നെ അടക്കം പറ്റിക്കുന്ന നിലയാണല്ലോ ഉണ്ടായത്. കോൺഗ്രസിൻ്റെ ചരിത്രം ഇതല്ല, മഹാത്മാഗാന്ധിയുടെ പാർട്ടിയാണിത്. ഞങ്ങളുടെ പാർട്ടി ഇരുന്നിട്ട് ഞങ്ങളുടെ നേതാവിനോടൊപ്പം ചേർന്നിട്ട് ഞങ്ങളുടെ നേതാവെന്ന് ചമഞ്ഞിട്ട് ഇമാതിരി മോശം കാര്യങ്ങൾ ചെയ്ത ആളുകളെ അങ്ങേയറ്റം തള്ളിപ്പറയുന്നു എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞോ? ഇല്ല. നാളെ പത്രത്തിൽ എഴുതാൻ അങ്ങനൊരു വരിയില്ല. വി ഡി സതീശൻ്റെ വാർത്താ സമ്മേളനത്തിൽ അങ്ങനെ ഒരു വരിയില്ല, അതിശക്തമായിട്ടുള്ള വരിയില്ല. കേൾക്കുന്ന കേൾവിയിൽ ഒരു ഇളം തെന്നൽ പോലെ തലോടി അങ്ങ് പോകുന്നത് പോലെയാണ്. അദ്ദേഹം ഇങ്ങനെ ചെയ്തു, അദ്ദേഹം അങ്ങനെ ചെയ്തു, അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ അറിഞ്ഞോ എന്ന് പറയാണ് വി ഡി സതീശൻ ചെയ്തിരിക്കുന്നത്. അത് വളരെ വളരെ മോശമായി പോയി എന്നെനിക്ക് തോന്നി. ഒന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം വരണം. അതായത് ഇദ്ദേഹത്തെ ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്താണ് ഇയാൾ അറസ്റ്റിലായതെങ്കിൽ
വി.ഡി. സതീശൻ്റെ ഉള്ളിൽ ഇതിലെന്തോ ഒരു സംശയമുണ്ട്, അയാളെ കുടുക്കിയതല്ലേ എന്നൊരു തോന്നലുണ്ട് എന്നെങ്കിലും വിചാരിക്കാമായിരുന്നു. ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ സർക്കാർ, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര വകുപ്പും പോലീസും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്താണ് അതിനെ അതിശക്തമായിട്ട് എതിർക്കണ്ടേ? അദ്ദേഹം സമാനമായിട്ടുള്ള കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ഇതേക്കാൾ വലിയൊരു നേതാവിനോട് ഏത് നിലക്കുള്ള നിലപാടെടുത്തു എന്ന് നമ്മൾ കണ്ടല്ലേ ഹർഷ, കേരളം കണ്ടല്ലേ. നമ്മളതിനെ എത്രമാത്രം അഭിനന്ദിച്ചാണ്. ഓരോ അവസരം കിട്ടുമ്പോഴും ഞാനത് പറയാറുണ്ട്. ഇപ്പോൾ സനീഷ് വി.ഡി. സതീശൻ്റെ ആളാണ്, ഇന്നിപ്പോൾ താഴെ എഴുതി വെക്കും ആളുകൾ. നമ്മൾ അങ്ങനെ വി.ഡി. സതീശനെ ആ കാര്യത്തിൽ അഭിനന്ദിക്കുകയും അദ്ദേഹം ചെയ്ത വലിയ കാര്യമാണെന്ന് പറയുകയും ചെയ്ത ആളാണ്. പക്ഷേ സമൂഹത്തിൽ ഇത്രമാത്രം തിന്മ, രാഷ്ട്രീയ അധികാരം വെച്ചിട്ട് രാഷ്ട്രീയ നേതാക്കളുടെ, അതും മുഖ്യമന്ത്രിയുടെ വീടിനകത്ത് പോലും പോയിട്ട് വ്യക്തിപരമായിട്ട് ആ സൗഹൃദം സ്ഥാപിച്ചിട്ട് അത് വെച്ചിട്ട് മയക്കുമരുന്ന് കച്ചവടം, MDMA കച്ചവടം നടത്തിയ ഈ ചങ്ങാതിയെ അതിശക്തമായിട്ട് തള്ളിപ്പറയാൻ വി.ഡി. സതീശൻ വാക്കുകൾ ഉപയോഗിച്ചില്ല എന്നത് എനിക്ക് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും സങ്കടകരവും ദുഃഖകരമായിട്ടുള്ള കാര്യമായിട്ട് തോന്നി. അങ്ങനെ ആയിരുന്നില്ല അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത്. നാളത്തെ പത്രങ്ങളിൽ നമുക്ക് ഹെഡ്ലൈൻ കൊടുക്കാനില്ല. ഞാൻ നാളത്തെ പത്രങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള വമ്പൻ പത്രങ്ങൾ നാളെ ഈ അച്ചു നിരത്തുമ്പോൾ എവിടെ സമൂഹത്തിലെ ഏറ്റവും ഹിംസാത്മകമായിട്ടുള്ള ഇപ്പോഴത്തെ ഏറ്റവും കുറ്റകൃത്യം, എവിടെ സ്വന്തം അമ്മമാരെയും അച്ഛന്മാരെയും കൊല്ലുന്ന ഈ കുട്ടികളെ ഉണ്ടാക്കുന്ന ഈ മയക്കുമരുന്ന് വ്യാപനത്തിൻ്റെ ഒരു കണ്ണിയെ, ഒരു നിർണായക കണ്ണിയെ അതിശക്തമായിട്ട് തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ എവിടെ അരിച്ചു നോക്കിയാൽ കിട്ടില്ല നാളെ പത്രത്തിൽ. കാരണം അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം, നമ്മൾ വിചാരിക്കും, ഞാനും വിചാരിക്കുന്നു, മറ്റൊരുപാട് വിഷയങ്ങളുള്ളതുകൊണ്ട് വിട്ടുപോയതായിരിക്കാം അദ്ദേഹം അതിശക്തമായിട്ട് പറയാൻ. എന്നാൽ തള്ളിപ്പറയാതിരുന്നിട്ടില്ല, പക്ഷേ ശക്തമായിട്ട് ആ രീതിയിൽ വന്നില്ല. അപ്പോൾ അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ചിലപ്പോഴും അദ്ദേഹത്തെ വിമർശാത്മകമായിട്ട് നോക്കുമ്പോൾ എനിക്ക് തോന്നും വളരെ പല പോയിന്റുകളും അദ്ദേഹം പറയുന്നത് എന്താണ്, വളരെ അശ്രദ്ധയോടെയാണ്. വളരെ ശ്രദ്ധയോടെയുള്ളൊരു അശ്രദ്ധ വെച്ചിട്ട് അദ്ദേഹം അങ്ങ് പറയുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വന്ദേ മാതരത്തിൻ്റെ കാര്യത്തിൽ ഹർഷൻ പറഞ്ഞില്ലേ, വന്ദേ മാതരത്തിൽ നിയമം പാസ്സായിട്ടില്ല എന്നറിയാൻ മാത്രം പറ്റാത്ത ഒരാളാണോ വി.ഡി. സതീശൻ? ഞാൻ വി.ഡി. സതീശനെ ഇന്ത്യ വിഷനിൽ ജോലി ചെയ്യുന്ന കാലത്ത് ഞാൻ വി.ഡി. സതീശനെ ആ കാലം തൊട്ട് വളരെ അടുത്ത് നിന്ന് നിരീക്ഷിക്കും, നമ്മൾ രണ്ടുപേരും നിരീക്ഷിക്കുന്ന ആളാണ് വി.ഡി. സതീശൻ. വളരെ ഷാർപ്പായിട്ടുള്ള രാഷ്ട്രീയ ജാഗ്രതയുള്ള ആളാണ്. ഹർഷന് പഴയ ലോട്ടറി ചർച്ച ഓർമ്മയുണ്ടോ, തോമസ് ഐസക്കുമായി ബന്ധപ്പെട്ട്? നമ്മൾ അയ്യോ കൊള്ളാമല്ലോ ഇദ്ദേഹം എന്ന് തോന്നുന്ന കോൺഗ്രസ് നേതാവായിരുന്നത് ആ കാലം തൊട്ടാണ്. അപ്പോൾ അതിസൂക്ഷ്മമായിട്ടുള്ള രാഷ്ട്രീയ ജാഗ്രതയുള്ള ആളാണ് വി.ഡി. സതീശൻ. ഇല്ലാത്തൊരു നിയമം പാർലമെൻറ്റ് പാസ്സായി എന്ന് അദ്ദേഹം പറയുമോ? അപ്പോൾ അതിന് അദ്ദേഹത്തിന് അശ്രദ്ധയുണ്ടോ? വളരെ ശ്രദ്ധയോടെയുള്ള, വളരെ കെയർഫുള്ളായിട്ടുള്ള ഒരു അശ്രദ്ധ അദ്ദേഹം കാണിക്കുകയില്ലേ എന്ന് പോലും സംശയം തോന്നുകയാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് മെറ്റയുടെ വിഷയത്തേക്കാൾ കൂടുതൽ. മെറ്റയുടെ വിഷയത്തിൽ അദ്ദേഹം ഇത് പറയുമെന്ന് എനിക്കറിയാമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഇത് പെട്ടെന്ന് ആളുകൾക്ക് ബോധ്യപ്പെടുന്നതാണ്. അദ്ദേഹം വിചാരിച്ചാലൊക്കെ മെറ്റ ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു 4 കാർഡങ്ങ് വലിച്ചതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ 4 കാർഡ് വലിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് ഗുണമുള്ളത്? അപ്പോൾ അത് വേറെ ആരോ ചെയ്യുന്നു. അത് എളുപ്പത്തിൽ പറയാവുന്ന കാര്യങ്ങൾ നല്ലോണം പരത്തി അങ്ങ് വിശദീകരിച്ചിട്ട് മറ്റതിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ അങ്ങ് മാറുന്ന വിധത്തിലേക്കായിട്ട് അതേക്കുറിച്ച് രണ്ടാമതൊരു ചോദ്യം ഉണ്ടാകാതെ താങ്കളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇങ്ങനെ ഹിംസാത്മകമായിട്ടുള്ള സംഗതിയിൽ ചെന്ന് പെട്ടല്ലോ എന്നൊരു ചോദ്യത്തിന് മറുപടി കൊടുത്ത് മതിയായ വിധത്തിൽ ശക്തമായിട്ട് മറുപടി പറയാനുള്ള അവസരം ഉണ്ടായില്ല എന്ന് നമ്മൾ നിശ്ചയമായിട്ടും കാണേണ്ടതാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരായ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ മെറ്റ നീക്കിയതിൽ വിവാദം എപ്പോഴും അവസാനിച്ചിട്ടില്ല. പോസ്റ്റുകൾ നീക്കം ചെയ്യുന്നതിൽ പങ്കില്ല എന്നാണ് മുഖ്യമന്ത്രിയും പോലീസ് സൈബർ വിഭാഗവും വ്യക്തമാക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പോസ്റ്റുകൾ നീക്കം ചെയ്യപ്പെടുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ മെറ്റയും തയ്യാറായിട്ടില്ല. മാധ്യമ സ്വാതന്ത്ര്യത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യ മൂല്യങ്ങൾക്കും കൂച്ചുവിലങ്ങിടുന്ന ഇത്തരം നീക്കങ്ങളെ എതിർക്കുക തന്നെ വേണം. നീക്കം ചെയ്യേണ്ടത് നിയമവിരുദ്ധമായ ഉള്ളടക്കങ്ങളാണെന്നും ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമല്ലെന്നും മെറ്റ മനസ്സിലാക്കണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം. രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങിയാണ് ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകുന്നത് എന്ന വിമർശനങ്ങളും ശക്തമാണ്. അപ്പോഴും ഒരേ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മാധ്യമങ്ങളുടെയും വാർത്തകൾ നീക്കം ചെയ്യപ്പെടുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ ഇത് ചില മാധ്യമങ്ങളെയും സോഷ്യൽ മീഡിയ പേജുകളെയും ടാർഗറ്റ് ചെയ്തുള്ള നീക്കമാണെന്ന വിമർശനവും ശക്തമാണ്. എന്തായാലും മെറ്റയിൽ തനിക്ക് സ്വാധീനമില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രി പോസ്റ്റുകൾ എങ്ങനെ നീക്കം ചെയ്യപ്പെട്ടു എന്നറിയാൻ വസ്തുതാപരമായ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. ആരുടെ നിർദ്ദേശത്തിൽ ആണെങ്കിലും പോസ്റ്റുകൾ നീക്കം ചെയ്യപ്പെടുന്ന ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം ജനാധിപത്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും വെല്ലുവിളിയാണ് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ഒരു ഇടവേള കൂടി.